പെരിയാറിൽ വീണ്ടും മത്സ്യക്കുരുതി. ഏലൂരിലെ എടമുളപ്പാലം ഭാഗത്താണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യമൊഴുകുന്ന ഫാക്ടറികൾക്കെതിരെ നിയമ നടപടികൾ എടുത്താൽ മാത്രമേ പെരിയാറിലേക്കുള്ള രാസമാലിന്യ ഒഴുക്ക് തടയാൻ സാധിക്കൂവെന്നാണ് പ്രദേശവാസികളുടെ വാദം. ഏലൂർ 13-ാം വാർഡിൽ എടമുളപ്പാലം ഭാഗത്താണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മഴ കനക്കുമ്പോൾ ഫാക്ടറി മാലിന്യങ്ങൾ ശേഖരിച്ച് പുഴയുടെ ഒഴിഞ്ഞ ഭാഗങ്ങളിൽ ഒഴുക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. കൂടാതെ വിവിധ ഫാക്ടറികളിൽ നിന്നും മാലിന്യമൊഴുക്കാൻ പുഴയിലേക്ക് രഹസ്യമായി കുഴലും സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യമൊഴുക്കുന്ന ഫാക്ടറികൾക്കെതിരെ നിയമ നടപടികൾ എടുത്താൽ മാത്രമേ പെരിയാറിലേക്കുള്ള രാസമാലിന്യ ഒഴുക്ക് തടയാൻ സാധിക്കൂ എന്നാണ് പ്രദേശവാസികളുടെ വാദം. ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ 13-ാം വാർഡ് കൗൺസിലറാണ്. എൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. നമ്മളെ പെരിയാറിനോട് വീഴ്ന്ന് കിടക്കുന്ന ഒരു വാർഡാണ് ഇടമുള വാർഡ്. ഇടമുള വാർഡിൽ ഇന്നലെ വൈകുന്നേരം മുതൽ നമുക്ക് പെരിയാറിലെ വെള്ളം കലങ്ങി ഈ മീനുകൾ ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ മേലോട്ട് ഉയർന്നു നിൽക്കുന്ന പരിസരവാസികൾ വിളിച്ച് പറഞ്ഞ ഇതിനനുസരിച്ച് ഞാൻ ഇന്നലെ ചെന്ന് നോക്കുകയും അപ്പോൾ തന്നെ പരിസ്ഥിതി പ്രവർത്തകരെ വിളിച്ച് പറയും, പൊല്യൂഷൻ കൺട്രോളുകൾ വിളിച്ച് പറയും, മാധ്യമ പ്രവർത്തകരെ മുനിസിപ്പൽ ചെയർമാനെയൊക്കെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. അത് അറിയിച്ച് അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരെയും അറിയിച്ചായിരുന്നു. അപ്പോൾ അവരതിന് പരിഹാരം കാണുമെന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഇന്നും നേരം വെളുത്തൊന്നും പരിഹാരം കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മീനുകളൊക്കെ ഇവിടെ ചത്തു വന്നത്. ഈ കൈവഴിയിൽ നമ്മളുടെ കൊച്ചിൻ റിഫൈനറിയുടെ പമ്പോസ് ഇരിപ്പുണ്ട്, പിന്നെ മാതാ അമൃതാനന്ദമയുടെ പമ്പോസ് ഇരിപ്പുണ്ട്, ഇൻഡാൽക്കോൻ്റെ പമ്പോസ് ഉണ്ട്, FACയുടെ പമ്പോസ് ഉണ്ട്, PCC ഉണ്ട്, പിന്നെ അപ്പോളോ ട്രേഡ്സിൻ്റെ പമ്പോസ് ഉണ്ട്. ഇത്തരം പമ്പോസുകൾ ഇരിക്കുന്നത് ഈ ഒരു കൈവഴിയാണ്. ഈ കഴിവഴിയിലാണ് ഇത്രയും ഒരു മലിനമായിട്ടുള്ളത്. അത് നമ്മുടെ കളമശ്ശേരി മറ്റേ SCMSൻ്റെ ഒക്കെ അപ്പുറമായിട്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഡംപിങ് യാർഡിൻ്റെ ആ തൂമ്പുങ്കൽ തോടിൽ നിന്നുള്ള ഒരു മലിനീകരണമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ആ തൂമ്പുങ്കൽ തോടിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ പുഴ ആകെ മലിനമാകുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കി ഉറപ്പുവരുത്തും. മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടെ ആയാലോ? നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഗ്രോസറീസ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവാണുള്ളത്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലം ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം